ഇന്നലെ വൈകുന്നേരം 4:30 മണിക്കായിരുന്നു ഷാർജ സിറ്റി സെൻറ്ററിൽ ബി ഫേബിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി അഖിൽ മാരാറും ഡോക്ടർ റോബിനും എത്തിച്ചേർന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇവരോട് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ആളുകൾ ഷാർജയിൽ ഉണ്ടെങ്കിലേ ആ ഒരു പബ്ലിക് ഇൻട്രാക്ഷൻ സെക്ഷൻ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അതുവഴി സോഷ്യൽ മീഡിയക്ക് കണ്ടൻറ്റും കിട്ടുമെന്ന്. പക്ഷേ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഇന്നലെ അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇന്നലെ രാത്രി ഒന്നും ഒരു വീഡിയോയും ചെയ്യാതിരുന്നത്. അതിലുപരി അവിടുത്തെ ഒരു വീഡിയോയും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അഖിൽ മാരാർ ഫാൻ പേജ് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അയച്ചെന്നു. പക്ഷെ അവർക്കും എന്തോ 3-4 ഷോർട്ട് വീഡിയോസ് മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കിട്ടിയൊരു വീഡിയോ അവർക്കും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ട് വീഡിയോ ഒന്നും ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നിങ്ങൾക്കത് കാണാം, അഖിൽ മാരാറിൻ്റെ ഫാൻ പേജിൽ. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് കൂടി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാതിരുന്നത്. പിന്നീട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യമൊന്നും അവിടെ ചോദിച്ചിരുന്നില്ല. പിന്നെ നമ്മുടെ ബി ഫേബിൻ്റെ CEO ഫൈസലും അതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാം ആങ്കറിങ് ചെയ്തിരുന്ന ആ ഒരു ആങ്കറും അവരോട് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഡോക്ടർ റോബിനോട് സിനിമയിൽ പോകുന്നതിനെ പറ്റി ചോദിച്ചു. പിന്നീട് ബിഗ് ബോസ് സീസൺ അടുത്ത 6-ലേക്കോ 7-ലേക്കോ അല്ലെങ്കിൽ ഹിന്ദി ബിഗ് ബോസിലേക്കോ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ റോബിൻ ഹിന്ദി എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഹിന്ദി ബിഗ് ബോസിലേക്ക് നോക്കുന്നതേ ഇല്ല. പിന്നെ അതോടൊപ്പം ഇങ്ങനെയും പറഞ്ഞു റോബിൻ, ഇനി ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യവുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അഖിൽ മാരാറിനോടും ചോദിച്ചു സീസൺ 6-ലേക്കോ ഇനിയുള്ള മറ്റുള്ള സീസണുകളിലേക്കോ ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ പോകുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ മാരാരും പറഞ്ഞത് ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇനിയും അവരെന്നെ അത്രത്തോളം അവർ ഞാൻ വേണം എന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. കാരണം എനിക്ക് ഫെയിം കിട്ടിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ അവരെ എനിക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സെറീനയോടും ചോദിച്ചിരുന്നു. സെറീന പറഞ്ഞു, എനിക്കിനി താല്പര്യമില്ല, എനിക്ക് ബിഗ് ബോസിലേക്ക് എത്തി ഇനി അതിൻ്റെ കുറച്ചും കൂടി കൂടിയ ഒരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ടാണ് താല്പര്യം. സെറീനയും ഉണ്ടായിരുന്നു ഇവരുടെ ഒപ്പം. ഇവർ 3 പേരും ഒന്നിച്ചാണ് ചെന്നത്. നമ്മുടെ ഡോക്ടർ റോബിനും അഖിൽ മാരാറും സെറീനയും ഒന്നിച്ചാണ് ഒരൊറ്റ വണ്ടിയിൽ ഇവരുടെ ഫ്ലാറ്റിൽ നിന്നാണ് ചെന്നത്. പിന്നെ നമ്മുടെ അജ്മൽ ഖാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലായിരുന്നു ഇന്നലെ അവിടുത്തെ പ്രോഗ്രാം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഇൻട്രാക്റ്റീവ് സെക്ഷൻ അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല. കാരണം അതിന് ചോദിക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ റോബിനും അഖിൽ മാരാറും കേരളത്തിൽ എന്തെങ്കിലും ഒരു ഇനോഗ്രേഷനാണ് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നേ. അത് 100% ഉറപ്പായൊരു കാര്യം തന്നെയാണ്. കാരണം നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലാംഗ്വേജിൽ ചോദിക്കുന്നതും മറ്റുള്ളൊരു നാട്ടിൽ പോയിട്ട് ബിഗ് ബോസ് കണ്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കുന്നതൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉത്തരവ് ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലെ നടന്ന ആ ഒരു പരിപാടിനെ പറ്റി പറയാനുള്ളത്. വലിയ ആരോടൊന്നും ചോദിച്ചില്ല. എന്നാലും ബിഗ് ബോസിനെ പറ്റി ചില കാര്യങ്ങൾ നമ്മുടെ ഫൈസൽ ആ ഒരു CEO മറ്റേ ബി ഫബിൻ്റെ CEO ഒക്കെ ചോദിച്ചു. അതുപോലെ തന്നെ ഇത്തിരി ചോദ്യങ്ങൾ ആങ്കർമാരും ചോദിച്ചു. അതിനൊക്കെ അവർ സിമ്പിളായിട്ടൊരു ഉത്തരം എന്ന് വെച്ചാൽ ഈ ഡോക്ടർ റോബിനും അഖിൽ മാരാറും വന്നു നിന്നപ്പോൾ ഇടിയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഹൈദറൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്തരത്തിലൊന്നും ഇന്നലെ ഉണ്ടായില്ല. വീഡിയോസും വലിയ കാര്യമായിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയില്ല. അവർ രണ്ടുപേരും തമ്മിലുള്ള ചെറിയ വീഡിയോസൊക്കെ റോബിനും അഖിലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അല്ലാതെ അവരുടെ ഫാൻ പേജിന് പോലും വീഡിയോസ് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് പറയണ്ടല്ലോ പിന്നെ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വരെയാണ്. ഫെബ്രുവരി 11-ാം തീയതിയാണ്. ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അഖിൽ മാരാറിനെയും ഡോക്ടർ റോബിനെയും ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്